വളരെയധികം ആരോഗ്യഗുണമുള്ള മൈക്രോഗ്രീൻ കൊണ്ടുള്ള ഒരു ഓംലെറ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പിടി മൈക്രോഗ്രീൻ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഹാഫ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഈ അരിഞ്ഞ മൈക്രോഗ്രീനിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എരിവെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, വേണമെങ്കിൽ കുറയ്ക്കാം കൂട്ടാം, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഇത് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂടായ ഒരു പാനിലേക്ക് മുട്ടയുടെ മഞ്ഞ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി വിതറുക. എന്നിട്ട് ഇപ്പോൾ കാണുന്നത് പോലെ മുറിച്ചു കൊടുക്കുക. ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നമുക്കിങ്ങനെ മുറിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നിടവിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്തു മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന മൈക്രോഗ്രീൻ വിതറി കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഉള്ളിയും പച്ചമുളക് വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്ത് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം.